2020 BJP എന്നുള്ള രണ്ട് പാർട്ടിക്കാർ തമ്മിലുള്ള ലയനം ഒരിക്കലും 2020 അണികൾ അംഗീകരിച്ചിട്ടില്ല. അതായത് BJPയും 2020യും ഒരു മുന്നണിയായിട്ട് മത്സരിച്ചപ്പോൾ 2020യുടെ വോട്ട് മിക്കവാറും എല്ലാം പോയേക്കുന്നത് കോൺഗ്രസിന് തന്നെ തിരിച്ചു പോയേക്കുവാണ്. നേരെ മറിച്ച് BDJSും BJPയും കൂടെ മുന്നണിയായി കഴിഞ്ഞപ്പോൾ BDJSന്റെ വോട്ട് BJPയിലോട്ട്, BJPയുടെ വോട്ട് BDJSിലോട്ട് പോയിട്ടുണ്ട്. ഒരു 10% വോട്ട് BJPക്കുള്ള ഒരു സ്ഥലത്ത് 2% വോട്ട് BDJSനുണ്ടെങ്കിൽ 10 + 2 12 വരും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അതാണ് സാബു ജേക്കബ് ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ സാബു ജേക്കബ് അത് വ്യക്തമായിട്ട് അത് പറഞ്ഞിരുന്നു, ആ കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ BJP മുന്നണിക്ക് 14.5% വോട്ട് ഷെയർ ടോട്ടൽ ഉണ്ട്. ഈ 14.5% വോട്ട് ഷെയർ തന്നെയാണ് BJPക്ക് ഉള്ളത്. കാരണം BJP മുന്നണിയിലുള്ള ആൾക്കാരുടെ വോട്ട് തന്നെയാണ് BDJSലോട്ടും 2020ലോട്ടും പോകുന്നത്. 2020 എന്നൊക്കെ പറയുന്നത് ചെറിയ ഒരു സ്ഥലത്തെ ഒരു കൊച്ചു പാർട്ടിയാണ്. BDJS ആയാലും അത്രയും വളർച്ചയില്ലാത്തൊരു പാർട്ടിയാണ്. അപ്പൊ ഈ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ വോട്ട് 11% വോട്ടുള്ള ഒരു പാർട്ടിയല്ല BJP. BJPക്ക് 14.5% വോട്ട് കേരളത്തിൽ മൊത്തത്തിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ അഖിൽമാരാർ വോട്ട് കൂട്ടിയോ കുറച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറഞ്ഞ അഖിൽമാരാർ 10,000 വോട്ട് കുറച്ചെന്നാണ്. അല്ല, അഖിൽമാരാർ ഒരു 4% 5% വോട്ട് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവിടെ തൃപ്പൂണിത്തുറ പോലുള്ള മണ്ഡലത്തിലോ ഒക്കെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കൊട്ടാരക്കര പോലുള്ള മണ്ഡലത്തിലായിരുന്നെങ്കിൽ, ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലത്തിലായിരുന്നെങ്കിൽ അഖിൽമാരാരെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തിയതിനെ ഒരു 2ാം സ്ഥാനത്തൊക്കെ വന്നതിന് ഞാൻ അവിടെ സൂചിപ്പിച്ചതിന്റെ കാരണം ഇതാണ്. അതുപോലെ BJPക്ക് A ക്ലാസ്, B ക്ലാസ്, അതുപോലെ C ക്ലാസ് മണ്ഡലങ്ങളുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. ഈ തൃക്കാക്കര എന്ന് പറയുന്നത് BJPയുടെ C ക്ലാസ് മണ്ഡലമാണ്. C ക്ലാസ് മണ്ഡലങ്ങളിൽ നിന്ന് ഒരിക്കലും BJPക്ക് ഒരു പുരോഗതി ഉണ്ടാവുന്നില്ല. BJP തീർച്ചയായിട്ടും A ക്ലാസ് മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJPക്ക് ഒരു മെച്ചപ്പെട്ട നില ഉണ്ടാക്കാൻ പറ്റും. കാരണം A ക്ലാസ് മണ്ഡലങ്ങൾ ഉള്ള സ്ഥലങ്ങളിലുള്ള BJPയുടെ സാധാരണ വോട്ടർമാർ തീർച്ചയായിട്ടും BJPക്ക് വോട്ട് ചെയ്യാനോ അവർ ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് വോട്ട് ചെയ്യും. നേരെ മറിച്ച് C ക്ലാസ് ആയിട്ടുള്ള B ക്ലാസ് ആയിട്ടുള്ള മണ്ഡലങ്ങളിൽ നിന്ന് നിൽക്കുന്ന ഒരു സാധാരണ വോട്ടർമാർ, ഞാൻ പറഞ്ഞ കടുത്ത BJP അനുഭാവികളുടെ കാര്യമല്ല പറഞ്ഞത്, അവരെന്തായാലും വോട്ട് ചെയ്യും. ഒരു നോർമൽ ഒരു BJP അനുഭാവിയായിട്ടുള്ള നിൽക്കുന്ന ഒരുത്തം വിചാരിക്കും എന്തായാലും ഇവിടെ ജയിക്കാൻ പോകുന്നില്ല, ഇവിടെ C ക്ലാസ് മണ്ഡലമാണ് അല്ലെങ്കിൽ ഇവിടെ B ക്ലാസ് മണ്ഡലമാണ്, ഇവിടെ ജയിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും കോൺഗ്രസിനോ CPMനോ മറ്റേതെങ്കിലും പാർട്ടിക്ക് വോട്ട് കൊടുക്കാമെന്ന് ഒരു ചിന്തയുണ്ടാവും. പിന്നെ മാരാർ ഏതൊക്കെ രീതിയിൽ മാരാറിനെ പറ്റിച്ചു, വഞ്ചിച്ചു, C ക്ലാസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാലും മാരാറിന് തൃക്കാക്കരയിൽ മത്സരിക്കാൻ താല്പര്യമില്ലേ, മാരാറിന് തീർച്ചയായിട്ടും തുറന്നു പറയാം എനിക്ക് തൃക്കാക്കരയിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു.